ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നമ്മളിൽ ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ചൊരു അവധിയുണ്ട്. ആ അവധിക്ക് ശേഷം നൽകിയ സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് ചോദ്യം ചെയ്യും. 12 ഞരമ്പുകളാൽ കാണാൻ വർണ്ണത്തിന്റെ വിസ്മയ ലോകം ഈ ലോകത്ത് അനുഭവിക്കാൻ തന്ന കണ്ണെന്ന അനുഗ്രഹം മുതൽ, ഭക്ഷണങ്ങളെ ലോകത്ത് മറ്റൊരു വേഗതയിൽ കഷണങ്ങളാക്കി ചവച്ചരയ്ക്കാൻ തന്ന 32 പല്ലുകൾ മുതൽ, ത്തെയും മാംസത്തെയും ആമാശയത്തിന്റെയും ചെറുകുടലിന്റെയും ഉള്ളുകളിലൂടെ ദഹനത്തിന്റെ വ്യത്യസ്തമായ പ്രക്രിയ ശരീരമായ രക്തങ്ങളെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വിസർജനങ്ങളെ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ തൊട്ടുമുതൽ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങൾക്ക് സ്നേഹത്തിന്റെ പാതയൊരുക്കി നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും ഉണ്ടാക്കി തന്ന നിങ്ങളുടെ മക്കളെ മുതൽ, ലോകത്ത് മറ്റു പലർക്കും പടച്ചുറപ്പ് കൊടുക്കാത്ത നിങ്ങളുടെ സമ്പത്തെന്ന മഹാസൗഭാഗ്യം മുതൽ റബ്ബ് നൽകപ്പെട്ട സർവ്വ കുറിച്ചും നാളെ റബ്ബ് ചോദിക്കും. ആ ചോദ്യത്തിന് വേണ്ടി മരണവും മരണാനന്തര ലോകവും. ഇന്ന് നമ്മളിൽ പലർക്കും ഒരു ധാരണ ഉണ്ട്, കൊടുത്തവരൊക്കെ അള്ളാന്റെ ഭാഗ്യം കിട്ടിയവര്, ദരിദ്രന്മാരൊക്കെ അള്ളാന്റെ പരീക്ഷണം. അല്ല, ആരോഗ്യം പ്രയാസപ്പെട്ട് സുക്കേട് ബാധിച്ച് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജാണെന്ന് പറയുമ്പോ നമ്മൾ ആ കുടുംബത്തെ നോക്കിയിട്ട് പറയും, പടച്ചോന്റെ വല്ലാത്തൊരു പരീക്ഷണം. അറിഞ്ഞില്ല ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മാരക രോഗം ബാധിച്ച് ആശുപത്രി ശ്വാസം വലിക്കുന്ന 10,000ങ്ങളുടെ മാത്രമല്ല അതൊരു ബുദ്ധിമുട്ടും നേരം വെളുത്തും രാത്രി കടന്നുറങ്ങാനും ഒരു ഗുളിക കുടിക്കാതെ സൗഭാഗ്യത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, രോഗികൾ സുക്കേട് പരീക്ഷണമാണെങ്കിൽ രോഗമില്ലാത്ത നമ്മുടെ ശരീരവും ഉറക്കം ജീവിക്കുന്ന ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളും പരീക്ഷണമാണ്. വാർദ്ധക്യങ്ങളിലേക്ക് എത്തുന്നവൻ വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യം വലിയ കാരണം യൗവനം റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് ആ ലോകത്തിന്റെ റസൂൽ ആവർത്തിച്ച നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ സൂര്യൻ ഒരു ചാണ് താഴെ അല്ലാഹു സ്വർഗം ഹാജരാക്കപ്പെടുകയും ലോകത്തിന്റെ മനുഷ്യനെ വിചാരണക്കെടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം ഓരോരുത്തരും മനസ്സുകൊണ്ട് ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും നിയോഗിക്കപ്പെടുന്ന സമയം തന്നെ അള്ളാഹു നിശ്ചയിച്ച് നൽകുന്ന 1000 അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം ചോദ്യം നമ്മളെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി ഈ ലോകത്ത് നിന്നും അവന്റെ എല്ലാ അവകാശങ്ങളും നിശ്ചലമാകുന്നതോടുകൂടി അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങളുടെ ആരംഭമായിരിക്കും. നമ്മളൊന്നും കൂടുതൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ മരണം. നമ്മുടെ വീട്ടിൻ ഔട്ടിലോ ഡൈനിങ് ഹാളിലോ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു രംഗത്തെ പറ്റി ജീവിതത്തിൽ ചിന്തിക്കാത്തവര്. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നല്ല നമ്മൾ പരാജയപ്പെടുന്നതും വീട്ടിന്റെ മുൻഭാഗത്ത് കിടത്തുന്ന മയ്യത്ത് അവസാനം 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കുടുംബക്കാര് വേണ്ടി ചെയ്തു തരുന്ന തസ്ബീത്ത് എന്ന അവസാനത്തൊരു യാത്രയപ്പുണ്ട്. ആ യാത്രയപ്പിൽ ആദ്യം ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ചോദിക്കുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു, റബ്ബേ ചോദിച്ചു തുടങ്ങുന്ന ചോദ്യങ്ങൾക്ക് ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാനുള്ള ഒരു കഴിവ് ആ ഖബറാളിക്ക് ഇനി കൊടുക്കണം റബ്ബേ. കാരണം മനുഷ്യനെ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അവൻ പടച്ച റബ്ബിന്റെ മുൻപിൽ ചോദ്യത്തിന്റെ ഉത്തരം നൽകപ്പെടേണ്ടവനാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ അവസ്ഥയും അവന്റെ ജീവിതത്തിൽ ഏറെ ഭയമായിരിക്കും.
ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല രംഗത്തെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്ത് മൗത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസഹും ഖാലൂ ഫീമ കുൻതും. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളും ആ മരണസമയത്തുള്ളവന്റെ വെപ്രാളം കണ്ടിരുന്നുവെങ്കിൽ വാനലോകത്ത് നിന്നും റബ്ബ് നിശ്ചയിച്ച മലക്കുകൾ ഇറങ്ങി വരികയും മരണം നിശ്ചയിക്കപ്പെട്ട നോക്കി ആത്മാവിനോട് കൽപ്പിക്കുകയും ചെയ്യുന്ന രംഗം. വലൗ തറാ ഇദ്ദാലിമൂന ഫീ ഗമറാത്ത്, പുറത്തേക്ക് വരാൻ മടിക്കുന്ന ആത്മാവ്, വെപ്രാളപ്പെട്ടുള്ളോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ നോക്കി പടച്ച റബ്ബിന്റെ കൽപ്പന വരും. അഖ്രിജു അൻഫുസകും, ഇങ്ങു പുറത്തേക്ക് പോരടോ, നിന്റെ സമയം കഴിഞ്ഞു. അല്ലാഹു തന്ന ദുനിയാവിൽ, റബ്ബ് തന്ന സൗഭാഗ്യത്തിൽ, അല്ലാഹു തന്ന കുടുംബത്തിൽ, അല്ലാഹു തന്ന ദുനിയാവിലെ സർവ്വ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ ജീവിച്ചവനെ, നിന്റെ സമയം തീർന്നടോ എന്ന് റബ്ബ് കൽപ്പിക്കുമ്പോ കണങ്കാലുകൾ കെട്ടിപ്പണഞ്ഞ് പ്രയാസത്തിന്റെ ദുരിതങ്ങളിലേക്ക് അവൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന ഒരു രംഗം. ആ രംഗത്തിന് ശേഷം നമ്മളെയൊക്കെ ഖബറിലേക്ക് കൊണ്ടുവെക്കും. ഖബറിലേക്ക് വെച്ചവരെ ചൊല്ലിത്തന്ന് പള്ളിപ്പറമ്പൊന്ന് തിരിച്ചു നടക്കുമ്പോ അള്ളാഹുവിന്റെ മല ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയാൽ ജീവിതത്തിൽ അതോടെ നമ്മൾ വിജയിക്കും. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ചോദ്യത്തിനും നമുക്ക്, പക്ഷെ ആദ്യത്തെ ചോദ്യം കൊടുത്തിട്ട് അങ്ങോട്ടുള്ള ചോദ്യത്തിനും നമുക്കിനോട് മറുപടി പറയാൻ സാധിക്കൂല. അല്ലാഹു മലക്കുകൾ ഖബറിൽ കിടക്കുന്നവനെ തട്ടി വിളിച്ച് ഖബറിന്റെ ഭിത്തിയിലേക്ക് ചോദ്യം, നിന്റെ രക്ഷിതാവാണ്, നീ ആണ് രക്ഷിത, ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നിന്നോട് നിന്റെ പ്രവാചകന്മാരും മുൻഗാമികളായ ആളുകളും ബോധ്യപ്പെടുത്തി തന്ന വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ഉറപ്പോടുകൂടി നിനക്ക് ജീവിക്കാൻ സാധിക്കും. തീർച്ചയായും ഖബറിൽ വെച്ച് റബ്ബി അല്ലാഹ്, എന്റെ റബ്ബാണെന്ന് പറയാൻ ഒരു മടിയും കൂടാതെ നിനക്ക് നിന്റെ സൃഷ്ടാവിനോട് തിരിച്ചു സാധിക്കും. അതിന് ജീവിതത്തിന്റെ ഏതേത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ ജീവിക്കേണ്ടി വരുന്നുണ്ടോ? ലോകപ്രവാചകന്മാർ കാണിച്ചു തന്ന ഹസ്ബുനല്ലാഹ്, എനിക്ക് റബ്ബ് മതി എന്ന് വിശ്വസിക്കുന്ന തൗഹീദിന്റെ വെളിച്ചത്തിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ, കഥകളിലൂടെ ഇതര മതക്കാർക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന പുരോഹിതന്മാർ ഇന്നും സമൂഹത്തിൽ കൂടിയിരിക്കുകയാണ്. കഥയറിയാതെ ആട്ടം കാണുന്ന പല മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ടവർക്കും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോലും ചില പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് 13ാമത്തെ വയസ്സിൽ അപസ്മാരം ബാധിച്ച് ഒരു പെൺകുട്ടിയെ ആശുപത്രി പോകാതെ പള്ളിയിലെ ഉസ്താദിനോട് മന്ത്രിച്ചൂതി കെട്ടാൻ പറഞ്ഞ് സ്വന്തം പിതാവിന്റെ മടിയിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വേദന കൊണ്ട് പൊളഞ്ഞ് അപസ്മാരം മൂർച്ഛിച്ച് മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് മതത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിലാണ്. അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടു, ആശുപത്രികളിൽ പോകരുത് എന്നും ഉസ്താദുമാര് കൽപ്പിച്ചു കൊടുത്ത ഏതോ ചില ആളുകൾ വ്യാഖ്യാനിച്ചു കൊടുത്ത കാര്യത്തിന്റെ പേരിൽ മടവൂരിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാലമായി ഉയർത്തി അവതരിപ്പിച്ച് പിന്നീട് മാസം ഗർഭം ധരിച്ച സ്വന്തം ഭാര്യ പ്രസവ വേദന കൊണ്ട് പിടയുമ്പോ പോലും റോഡ് വക്കുകളിലേക്ക് ഓടിച്ചെന്ന് 1.5 രൂപയുടെ ബ്ലേഡിന്റെ കഷണം വാങ്ങിക്കൊണ്ട് പ്രസവിച്ച പെണ്ണിന്റെ വയറ്റിനോടും ജനിച്ച കുട്ടിയുടെ പൊക്കിൾക്കൊടിയും മുറിച്ചു മാറ്റാൻ മാത്രം മാനസിക കരുത്തും വിവരമില്ലായ്മയും ഈ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അപകടകരമായ രീതിയിലേക്ക് ഈ ഉമ്മത്തിലെ പലരും കൊണ്ടുപോകുന്നത്. മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദനക്കുട നേർച്ചയുടെ പേരിൽ നൂറുകണക്കിന് മനുഷ്യന്മാർക്കിടയിൽ ഒരാന ചവിട്ടിക്കയറുന്നതിന്റെ മുൻപിൽ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ ഒരു ആനയുടെ കാൽഭാഗം എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മതത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഇസ്ലാം
ഇല്ലാത്ത അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് തുടങ്ങി. അവിടെയാണ് എക്കാലഘട്ടത്തിലും ഈ സമൂഹത്തോട് തൗഹീദിന്റെ വാക്യം മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിക്കാറുമുള്ളത്. ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല, വിഭാഗീയതയുടെയോ സംഘടനയുടെയോ പക്ഷപാതി വർത്തമാനമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ, 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോ ഇന്ന് മക്ക കാണുന്നതിനേക്കാൾ ഏറെ പരിതാപകരമായ ായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നത്. മരിച്ചുപോയ ലാത്ത എന്ന മനുഷ്യന്റെ കബറുകൾ കെട്ടിപ്പൊക്കിയ മക്ക, മുൻകാലഘട്ടത്തിലുള്ള അമ്പിയാക്കളുടെ ബിംബങ്ങൾ നിർമ്മിച്ച മക്ക, കഅബാലയത്തിന്റെ ഉൾഭാഗത്ത് പോലും പ്രതിഷ്ഠകൾ അവതരിപ്പിച്ചിരുന്ന മക്ക, ആ ജനങ്ങൾക്ക് ലോകത്തിന് നിയോഗിക്കപ്പെടുമ്പോ ആ ജനതയോട് അല്ലാഹുവിൻ കൽപ്പന വന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യുസക്കീഹിം يعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. നിങ്ങളിലേക്ക് നിരക്ഷരനായ ഒരു പ്രവാചകനെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയും എന്നിട്ട് നിങ്ങളെ സംസ്കരിക്കാൻ ആ സംസ്കാരത്തിന്റെ വാക്ക് ഹബീബായ നബി ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും ലാത്തയുടെ ഖബറിൽ പോയി പ്രാർത്ഥിക്കരുത്. ലാഭമാകാനും കച്ചവട ലാഭം വേണ്ടി ലാത്തയുടെ ഖബറിൽ ചെന്ന് പ്രാർത്ഥിച്ചിരുന്ന ലാത്തെ കാക്കണേ, ലാത്തെ സഹായിക്കണേ, നിങ്ങളതൊരിക്കലും ആവർത്തിക്കരുത്. അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലെന്നും അത് ശിർക്കാണെന്നും ലോകത്തിന്റെ പ്രവാചകൻ ആ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ അന്നും ആ ജനത ഇന്നത്തെ ചില മനുഷ്യരുടെ ചോദ്യം ചോദിച്ചു, പിന്നെ ഞങ്ങളുടെ കാരണവന്മാരൊക്കെ ചെയ്തത് ഇതല്ലായിരുന്നു. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദേ, ഇനിയും നീ ആ വാദം ഉപേക്ഷിച്ചിട്ട് ഈ മക്കക്കാർക്ക് ഇല്ലാത്ത ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മക്കബറയിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ പോകരുതെന്നും മന്ത്രിച്ചൂതുന്ന ഏൽസികൾക്ക് കൈകൾ നീട്ടിക്കൊടുക്കരുതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകരുതെന്നും നീ ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്നും എറിഞ്ഞോടിക്കുകയോ കൊന്നു കളയുകയോ ചെയ്യും എന്നായിരുന്നു അന്ന് മക്കക്കാരുടെ ആ ഭാഷ കേട്ട്, അതല്ലെങ്കിൽ മറുപടി കേട്ട് നിരന്തരം വീണ്ടും സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രവാചകൻ ഇറങ്ങിയ കൂട്ടത്തിൽ ക്രൂരമായ പീഡനങ്ങൾ പ്രവാചകനെ വന്നു. ഒട്ടകത്തിന്റെ കുടൽമാലകൾ തോളിലേക്ക് നിക്ഷേപിച്ചു, കരിങ്കല്ലിന്റെ കഷണങ്ങൾ ത്വായിഫിലൂടെ പട്ടിണിക്കിട്ടു. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും ദഅവത്ത് എന്ന മഹത്തായ സന്ദേശം നടത്തി ആ ഉമ്മ നർവയിലേക്ക് നയിക്കാൻ ആഗ്രഹിച്ചപ്പോ കൊന്നു കളയും എന്നുള്ള രീതിയിലായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയത്. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം തലയും ബുദ്ധിയും ഒരാൾക്ക് മുൻപിലും കൊടുക്കാത്ത വ്യക്തികൾ ഒന്ന് ഹൃദയം തുറന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത്? മക്കയിൽ ഒരു പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലല്ല, മക്കയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല, എങ്കിലും കുടുംബത്തോടോ സ്ത്രീകളോടോ ഒരേ ഒരു കാര്യം, ലാത്തയുടെ ഖബറിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ അവസാനം മക്കയിൽ നിന്നും ഹിജ്റ പോയി മദീനയിൽ നിന്നും തിരിച്ചു വരുന്നൊരു രംഗം. നൂറുകണക്കിന് ശത്രുക്കൾ കയ്യാമം വെച്ച് ലോകത്തിന്റെ പ്രവാചകന്റെ മുൻപിൽ മക്കയിലെ തെരുവിൽ ഹാജരാക്കപ്പെട്ടു. കടൽമാലകൾ കഴുത്തിലിട്ട ശത്രുക്കൾ, എറിഞ്ഞോടിച്ച മനുഷ്യരുണ്ട്. ഓരോ ശത്രുക്കളും ഭയന്നു പറച്ച് പ്രവാചകന്റെ തിരിച്ചുള്ള പ്രതികാരമായിരിക്കും എന്ന ഭയപ്പാടോടെ നിൽക്കുമ്പോ തന്റെ കൂടെ വന്ന മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവെട്ടി കൊടുത്ത് ലോകത്തിന്റെ പ്രവാചകൻ കൊടുത്ത ആദ്യത്തെ ഉത്തരവ് ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ അറബിയും മലയാളവും തിരിയുന്ന ഏതൊരു പച്ച മനുഷ്യനും വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്നും ഇസ്ലാമിക ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി ത്വാലിബിന്റെ കയ്യിൽ കൊടുത്ത് ലോകത്തിന്റെ പ്രവാചകൻ കൊടുത്ത ആദ്യത്തെ ഇങ്ങനെയായിരുന്നു, മോനെ അലി, ഈ മക്കയിൽ ഒരാളുടെ നെരിയാണിക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന കുമ്മായമിട്ട് കെട്ടിപ്പൊക്കിയ സർവ്വ ഖബറുകളും നീ അടിച്ചു നിരപ്പാക്കി എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളക്കരയിലെ കാസർകോട്ട് മുതൽ മഞ്ചേശ്വരത്ത് മുതൽ തിരുവനന്തപുരത്ത് വരെ നീണ്ടുകിടക്കുന്ന നൂറുകണക്കിന് ഖബറുകളിൽ ആരാധന നടത്താൻ ഇവിടെയുള്ള ഭൂരിപക്ഷ മുസ്ലിം
ായിരുന്നു. പക്ഷെ എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് മക്കയിലേക്ക് കയറി ചെന്ന പ്രവാചകൻ അലി ബിൻ അബീ ത്വാലിബിന് കൊടുത്ത ഒരേ ഒരു വാക്ക്, മോനെ അലി, ആരുടെ ഖബറാണെന്ന് പറഞ്ഞാലും, ഏത് മഹാന്റെ ഖബറാണെന്ന് പറഞ്ഞാലും, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന സർവ്വ ഖബറും നീ അടിച്ചു നിരപ്പ. ലോകത്തിന്റെ കേട്ടപ്പോ അന്ന് അലി ബിൻ അബീ ത്വാലിബും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമാ സർവ്വ ഖബറുകളും അടിച്ചു നിരപ്പാക്കി.